ഇറാനും ഇസ്രായേലും തമ്മിലുള്ള ദീർഘകാല സംഘർഷം അവസാനിപ്പിക്കാൻ ഇന്ത്യക്ക്, പ്രത്യേകിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഒരു മധ്യസ്ഥ പങ്ക് വഹിക്കാൻ കഴിയുമോ എന്ന ചർച്ച അടുത്ത കാലത്ത് കൂടുതൽ ശക്തമായി ഉയർന്നിട്ടുണ്ട്. ഇന്ത്യയിലെ UAE അംബാസിഡർ ഹുസൈൻ ഹസൻ മിസ ഈ വിഷയത്തിൽ പറഞ്ഞ അഭിപ്രായം ശ്രദ്ധേയമാണ്. ഇന്ത്യയുടെ സമതുലിത വിദേശ നയവും എല്ലാ രാജ്യങ്ങളുമായുള്ള സൗഹൃദ ബന്ധവും കണക്കിലെടുത്താൽ ഇറാനും ഇസ്രായേലും തമ്മിലുള്ള സംഘർഷം ശമിപ്പിക്കുന്നതിൽ ഇന്ത്യക്ക് ഒരു നിർണായക പങ്ക് വഹിക്കാനാകുമെന്നതാണ് അദ്ദേഹത്തിന്റെ വിലയിരുത്തൽ. എന്നാൽ ഈ അഭിപ്രായത്തിന്റെ യാഥാർത്ഥ്യ വശവും സാധ്യതകളും വിശദമായി പരിശോധിക്കേണ്ടതുണ്ട്. മധ്യപൂർവേഷ്യയിലെ ഏറ്റവും സങ്കീർണമായ രാഷ്ട്രീയ സുരക്ഷാ പ്രശ്നങ്ങളിൽ ഒന്നാണ് ഇറാൻ ഇസ്രായേൽ വൈര്യം. 1979 ഇറാനിയൻ റിവല്യൂഷൻ കഴിഞ്ഞതോടെ ഇരു രാജ്യങ്ങളും പരസ്പരം ശക്തമായ ശത്രുതാ നിലപാട് സ്വീകരിച്ചു. അതിനുശേഷം നേരിട്ടുള്ള യുദ്ധം അപൂർവമായിരുന്നെങ്കിലും പ്രോക്സി യുദ്ധങ്ങൾ, സൈബർ ആക്രമണങ്ങൾ, രഹസ്യ ഓപ്പറേഷനുകൾ എന്നിവ വഴി ഈ സംഘർഷം തുടർന്നുകൊണ്ടേയിരിക്കുകയായിരുന്നു. പ്രത്യേകിച്ച് ഇറാന്റെ ആണവ പരിപാടിയും ഇസ്രായേലിന്റെ സുരക്ഷാ ആശങ്കകളും ഈ പ്രശ്നത്തെ കൂടുതൽ സങ്കീർണമാക്കി ഒടുവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഏറ്റുമുട്ടൽ വരെ കൊണ്ടെത്തിച്ചു. ഈ പശ്ചാത്തലത്തിൽ ഇന്ത്യയുടെ സ്ഥാനം വ്യത്യസ്തമാണ്. ഇന്ത്യക്ക് ഇറാനും ഇസ്രായേലുമായി തുല്യമായ ബന്ധമാണുള്ളത്. ഇസ്രായേൽ ഇന്ത്യയുടെ പ്രതിരോധ സാങ്കേതിക മേഖലയിലെ പ്രധാന പങ്കാളികളിൽ ഒന്നാണ്. ഡ്രോൺ സാങ്കേതിക വിദ്യ, പ്രതിരോധ ഉപകരണങ്ങൾ, കാർഷിക നവീകരണം എന്നിവയിൽ ഇസ്രായേലുമായി ഇന്ത്യക്ക് ശക്തമായ സഹകരണമുണ്ട്. അതേസമയം ഇറാൻ ഇന്ത്യക്ക് ഊർജ്ജ സുരക്ഷയിലും ഭൗമരാഷ്ട്രീയ കാഴ്ചപ്പാടിലും പ്രധാനമാണ്. പ്രത്യേകിച്ച് ചാബഹാർ തുറമുഖ വികസന പദ്ധതിയിൽ ഇന്ത്യയും ഇറാനും ചേർന്ന് പ്രവർത്തിക്കുന്നു. ഈ തുറമുഖം ഇന്ത്യക്ക് മധ്യേഷ്യയിലേക്കും അഫ്ഗാനിസ്ഥാനിലേക്കും വ്യാപാര മാർഗങ്ങൾ തുറക്കുന്ന ഒന്നാണ്. ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ പ്രധാന പ്രത്യേകതയാണ് സ്ട്രാറ്റജിക് ഓട്ടോണമി അഥവാ സ്വതന്ത്ര നയതന്ത്ര സമീപനം. പാശ്ചാത്യ ശക്തികളുമായി ബന്ധം പുലർത്തുമ്പോഴും റഷ്യയുമായും മധ്യപൂർവേഷ്യൻ രാജ്യങ്ങളുമായും ഇന്ത്യ ഒരേ സമയം സൗഹൃദവും നിലനിർത്തുന്നുണ്ട്. ഈ നയത്തിന്റെ ഭാഗമായി ഇന്ത്യ ഒരേ സമയം ഇസ്രായേലുമായി പ്രതിരോധ സഹകരണം തുടരുകയും ഇറാനുമായി ഊർജ്ജ വ്യാപാര ബന്ധം നിലനിർത്തുകയും ചെയ്യുന്നു. ഈ സമതുലിത സമീപനം ചിലർക്ക് ഇന്ത്യ ഒരു വിശ്വസനീയ മധ്യസ്ഥനായി കാണാൻ പ്രേരിപ്പിക്കുന്നു എന്നതാണ് വാസ്തവം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വ്യക്തിപരമായ നയതന്ത്ര ശൈലിയും ഇവിടെ ശ്രദ്ധേയമാണ്. ലോകത്തിലെ വിവിധ നേതാക്കളുമായി വ്യക്തിപരമായ ബന്ധം സ്ഥാപിക്കുന്നതിൽ അദ്ദേഹം ശ്രദ്ധ പുലർത്തുന്നുവെന്ന വിലയിരുത്തലുകളുണ്ട്. മധ്യപൂർവേഷ്യയിലെ നിരവധി രാജ്യങ്ങളുമായി ഇന്ത്യയുടെ ബന്ധം കഴിഞ്ഞ ഒരു ദശകത്തിൽ ശക്തിപ്പെട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് UAE, സൗദി അറേബ്യ തുടങ്ങിയ രാജ്യങ്ങളുമായി ഇന്ത്യയുടെ സാമ്പത്തിക സുരക്ഷാ ബന്ധം ശക്തമായി ഇതിനോടകം വളർന്നു കഴിഞ്ഞു. ഇതിലൂടെ ഇന്ത്യക്ക് മേഖലയിലെ നയതന്ത്ര സ്വാധീനം വർദ്ധിച്ചുവെന്നത് യാഥാർത്ഥ്യമാണ്. എന്നാൽ ഇറാനും ഇസ്രായേലും തമ്മിലുള്ള സംഘർഷം അവസാനിപ്പിക്കുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ദൗത്യമാണ് എന്നത് മറ്റൊരു സത്യമായി നിലനിൽക്കുകയാണ്. ഇതൊരു സാധാരണ പ്രശ്നമല്ല. ഇതിൽ മതപരവും സിദ്ധാന്തപരവും ഭൗമരാഷ്ട്രീയവുമായ ഘടകങ്ങൾ ഒരേ സമയം അടങ്ങിയിരിക്കുന്നു. ഇറാൻ പ്രദേശത്തെ നിരവധി സംഘടനകൾക്ക് പിന്തുണ നൽകുന്നതായി ഇസ്രായേൽ ആരോപിക്കുന്നു. അതേസമയം ഇസ്രായേലിന്റെ സുരക്ഷാ നടപടികൾ ഇറാൻ വിമർശിക്കുകയും ചെയ്യുന്നു. കൂടാതെ അമേരിക്ക പോലുള്ള മഹാശക്തികളും ഈ സംഘർഷത്തിൽ പരോക്ഷമായി പങ്കാളികളാണ്. അതിനാൽ ഒരൊറ്റ രാജ്യത്തിന്റെ മധ്യസ്ഥത കൊണ്ട് പ്രശ്നം പൂർണ്ണമായി പരിഹരിക്കപ്പെടുമെന്ന പ്രതീക്ഷ യാഥാർത്ഥ്യ ബോധമുള്ളതല്ല. ഇന്ത്യയുടെ നയതന്ത്ര പാരമ്പര്യം നോക്കിയാലും ഇന്ത്യ സാധാരണയായി തുറന്ന മധ്യസ്ഥതയിൽ ഇടപെടുന്നതിൽ വളരെ സൂക്ഷ്മമാണ്. പലപ്പോഴും ഇന്ത്യ ശാന്തമായ നയതന്ത്രം അഥവാ ബാക്ക് ചാനൽ സംഭാഷണങ്ങളിലൂടെ പ്രശ്നങ്ങൾ ശമിപ്പിക്കാൻ ശ്രമിക്കുന്ന സമീപനമാണ് സ്വീകരിക്കുന്നത്. അതിനാൽ ഇന്ത്യ നേരിട്ട് ഇറാൻ ഇസ്രായേൽ സമാധാന കരാറിന്റെ മുഖ്യ മധ്യസ്ഥനായി രംഗത്തെത്തുക എന്നത് അത്ര സാധ്യതയുള്ള കാര്യമായി വിദഗ്ധർ വിലയിരുത്തുന്നില്ല. അതേസമയം ഇന്ത്യക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ഇല്ലെന്നുമല്ല. ഇന്ത്യ മേഖലയിലെ വിശ്വാസ നിർമ്മാണ നടപടികൾക്ക് പിന്തുണ നൽകാം. മധ്യപൂർവേഷ്യൻ രാജ്യങ്ങൾ തമ്മിലുള്ള സാമ്പത്തിക സഹകരണവും സംഭാഷണവും പ്രോത്സാഹിപ്പിക്കാൻ ഇന്ത്യക്ക് കഴിയും. കൂടാതെ ആഗോള വേദികളിൽ സംഘർഷം കുറയ്ക്കാനുള്ള ആഹ്വാനം ഇന്ത്യ തുടർച്ചയായി ഉയർത്തിക്കൊണ്ടിരിക്കാം. ഈ രീതിയിൽ ഇന്ത്യ ഒരു സഹായ ശക്തിയായി അല്ലെങ്കിൽ ഇടനിലക്കാരനായി പ്രവർത്തിക്കാൻ സാധ്യതയുണ്ട്. UAE അംബാസിഡർ ഹുസൈൻ ഹസൻ മിർസ പറഞ്ഞത് ഇന്ത്യയുടെ വളർന്നുവരുന്ന നയതന്ത്ര സ്വാധീനത്തെ സൂചിപ്പിക്കുന്നതാണ്. എന്നാൽ ഇറാനും ഇസ്രായേലും തമ്മിലുള്ള ചരിത്രപരമായ വൈര്യം അവസാനിപ്പിക്കുന്നത് ഒരൊറ്റ നേതാവിനെയോ രാജ്യത്തിനോ സാധ്യമാകുന്ന ലളിതമായ ഒരു ദൗത്യമല്ല. എന്നിരുന്നാലും സമതുലിത ബന്ധങ്ങളും വിശ്വാസ്യതയും ഉപയോഗപ്പെടുത്തി ഇന്ത്യ സംഘർഷം കുറയ്ക്കുന്ന ശ്രമങ്ങളിൽ പങ്കാളിയാകുന്നത് ഭാവിയിൽ സാധ്യതയുള്ള ഒരു വഴിയായി തന്നെ കാണാം.